ഞാൻ പ്രസവിക്കും, ഞാൻ ഉമ്മയാകും, എൻ്റെ ഉമ്മയെ പോലെ ഞാൻ ഉമ്മയാകുമെന്ന് ഈ ഇരിക്കുന്ന ഓരോ പെണ്ണും ചിന്തിച്ചിട്ടുണ്ടാവും, ഇല്ലേ? ഉണ്ട്. പുതിയ തലമുറയിലെ കുട്ടിക്ക് അത് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ആ പെൺകുട്ടിയുടെ അജണ്ടയിൽ വിവാഹമില്ല, ആൺകുട്ടിക്ക് ഇല്ല. അങ്ങനെ നമ്മൾ വികസിച്ചു കൊണ്ടേയിരിക്കുന്നു, സ്വതന്ത്ര ചിന്തകന്റെ ഭാഷയിൽ പറഞ്ഞാൽ. ഇനി ഇങ്ങനെ വികസിച്ച രാജ്യങ്ങളുടെ അവസ്ഥ എന്താണ്? ഈ പറയുന്ന സ്വതന്ത്ര ചിന്ത, ഈ പറയുന്ന കുടുംബത്തോടുള്ള എതിർപ്പ്, മുഖം തിരിഞ്ഞു നിൽക്കൽ, എന്താണ് ഈ ആധുനിക ലോകത്തിന്റെ അവസ്ഥ? നമുക്ക് ഈ സാധനങ്ങൾ ഇങ്ങനെ, ഈ സ്വതന്ത്ര ചിന്തയും അതുപോലെ തന്നെ ജെൻഡർ ന്യൂട്രാലിറ്റിയും, നിങ്ങൾ നോക്കൂ, ഇതൊക്കെ പരീക്ഷിച്ച് പരാജയപ്പെട്ടു പോയ വിദേശ രാജ്യങ്ങളിലെ അവസ്ഥ എന്താ? ഞാൻ ഈ പറയുന്നതെല്ലാം നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം. എൻ്റെ സംസാരം പുതിയ തലമുറയോടാണ്, സെർച്ച് ചെയ്യാം നിങ്ങൾക്ക്. എന്താ വിദേശ രാജ്യങ്ങളിലെ അവസ്ഥ? വിദേശ രാജ്യങ്ങളിൽ ഇപ്പോ വൃദ്ധന്മാരുടെ എണ്ണം കൂടുന്നു എന്ന് പറഞ്ഞാൽ അതിന് ഇംഗ്ലീഷിൽ പറയുന്ന പേര് ഡിപ്പെൻഡൻസി ബേർഡൻ ആണ്. ഈ ഡെമോഗ്രഫി എന്ന് പറഞ്ഞാൽ ജനസംഖ്യയെ കുറിച്ച് പഠിക്കുന്ന പഠനമാണ്. ഡെമോഗ്രഫിയിൽ പറയുന്ന പേര് പദപ്രയോഗം ഡിപ്പെൻഡൻസി ബേർഡൻ എന്ന് പറഞ്ഞാൽ, ഇനി ജോലിക്ക് പോയി പണമുണ്ടാക്കാൻ കഴിയാത്ത 60 മുകളിൽ പ്രായമുള്ള ആളുകളെയാണ് ഡിപ്പെൻഡൻസി ബേർഡൻ എന്ന് പറയുക. അവർ മറ്റുള്ള ആളുകളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കണം. യൂറോപ്യൻ രാജ്യങ്ങളിൽ ഒരു 30 കൊല്ലം മുമ്പ് 1990കളിൽ ആരംഭിച്ച വിപ്ലവമാണ് കുടുംബത്തോട് മുഖം തിരിഞ്ഞു നിൽക്കൽ. അവരാണ് ഇതൊക്കെ കണ്ടുപിടിച്ച് കൊണ്ടുവന്നത്. അങ്ങനെ യൂറോപ്പിന്, അമേരിക്കക്ക്, വികസിത രാജ്യങ്ങൾക്ക് വയസ്സാകുന്നു. 2050 ആകുമ്പോഴേക്ക് വികസിത രാജ്യങ്ങളിൽ 60% കൂടുതൽ വൃദ്ധന്മാരായിരിക്കും. എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയമുള്ള കുട്ടികൾ, ഇപ്പോഴത്തെ കുട്ടികളുടെ പുതിയ ട്രെൻഡ്, ഒരു +2 കഴിഞ്ഞാൽ പിന്നെ യൂറോപ്പിക്ക് പോകണം, കാനഡയ്ക്ക് പോകണം, ഓസ്ട്രേലിയക്ക് പോകണം പഠിക്കാൻ. ഇതാ ട്രെൻഡ്. എന്നിട്ട് എന്തിനാ അവിടെ പോകണമെന്ന് ചോദിച്ചാൽ എന്താ പറയാന്നറിയോ? അവിടെ ആകുമ്പോൾ ജോലി ചെയ്ത് പണമുണ്ടാക്കി പഠിക്കാം. ഉണ്ടോ? ഇനി നിങ്ങൾക്കറിയോ, ഈ യൂറോപ്പിൽ, കാനഡയിൽ പഠിക്കാൻ പോകുന്ന, ഓസ്ട്രേലിയയിൽ പഠിക്കാൻ പോകുന്ന കേരളത്തിലെ, ഇന്ത്യയിലെ ഒക്കെ കുട്ടികൾക്ക് അവിടെ എന്ത് ജോലിയാണ് കിട്ടുക? എന്താ അവർക്ക് കിട്ടുന്ന ജോലി ഈ വൃദ്ധരായ ആളുകളെ പരിപാലിക്കലാണ്. അതിന് മണിക്കൂറിന് ഇത്ര പൗണ്ട്. അപ്പോൾ നമ്മൾ എന്തിനാ പോയിട്ട് വൃദ്ധരെ, ഈ വയസ്സായ പെണ്ണിനെ കുളിപ്പിക്കണം, ബാത്റൂം കൊണ്ടുപോകണം, സഹായിക്കണം, ഭക്ഷണം എടുത്ത് കൊടുക്കണം, മരുന്ന് കൊടുക്കണം. അതിന് ഒരു ദിവസം ആ കുട്ടിക്ക് ഇത്ര പൗണ്ട്. അപ്പൊ ആൾക്കാരെ വെക്കണേ. ആൾക്കാരെ വെക്കണേ? അപ്പൊ നിങ്ങൾ ചോദിക്കൂ, ആരാ വെക്കുക? മക്കളില്ല, കുടുംബമില്ല, ആരില്ല, ആരാ വെക്കാന്നറിയോ? ഈ മനുഷ്യൻ, യൂറോപ്യൻ രാജ്യങ്ങളിൽ പെൻഷൻ സ്കീം ഉണ്ട്. ഒരു മനുഷ്യൻ അധ്വാനിക്കുന്നതിൻ്റെ ഒരു ഭാഗം 60 വയസ്സ് വരെ ഗവൺമെന്റിലേക്ക് ഇങ്ങനെ അടച്ചു കൊടുക്കണം. നിങ്ങൾക്ക് മാസത്തിൽ 50,000 ശമ്പളം ഉണ്ടെങ്കിൽ ആ ശമ്പളത്തിൽ നിന്ന് നിങ്ങൾ ഒരു 15,000-ഓ 20,000-ഓ നിങ്ങൾ ഗവൺമെന്റിലേക്ക് ഇങ്ങനെ അടച്ചുകൊണ്ടിരിക്കണം. നിങ്ങൾക്ക് 60 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഒരു പണിക്കും വേണ്ട. നിങ്ങൾക്ക് വേണ്ട ഭക്ഷണം, നിങ്ങൾക്ക് വേണ്ട മെഡിക്കൽ കെയർ, നിങ്ങൾക്ക് വേണ്ട സെൽഫ് കെയർ, നിങ്ങൾക്ക് വീട്ടിൽ നോക്കാനൊക്കെ ഗവൺമെന്റ് തരും. അപ്പോൾ ഈ കുട്ടികളെ പഠിക്കാൻ കൊണ്ടുപോയി രാവിലെ മുതൽ ഉച്ച വരെ ഈ കുട്ടികൾ അവിടെ പഠിക്കുന്നു. ഉച്ചയ്ക്ക് ശേഷം അവർക്ക് പാർട്ട് ടൈം ആയിട്ട് ജോലി കൊടുക്കുന്നത് ഇത്തരത്തിൽ വൃദ്ധന്മാരെ പരിചരിക്കുന്ന ജോലിയാണ്. ഒന്ന്, എല്ലാവർക്കും അതൊന്നല്ല, ആ ജോലിക്കാണ് കൂടുതൽ ശമ്പളം ഉള്ളത്. ഇപ്പം നമ്മളെ കുട്ടി സ്വന്തം തന്തനും തള്ളനെയും നോക്കാതെ വിദേശത്ത് പോയിക്കാണ്ട് കണ്ടവൻ്റെ തള്ളനും തന്തനും നോക്കണ്, എന്നിട്ടാ പൈസ ഉണ്ടാക്കണേ, എന്നിട്ട് അവർ പഠിക്കണേ. ആരാ പൈസ കൊടുക്കണത്? ഗവൺമെന്റ് പെൻഷൻ സ്കീം കൂടി കൊടുക്കണ്. അതിനാണ് അവിടെ കുട്ടികളെ കൊണ്ടുപോകുന്നത്. കണ്ടോ നിങ്ങൾ? ഞാൻ ഈ പറഞ്ഞൊക്കെ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം. അപ്പോൾ ആലോചിച്ച് നോക്കേണ്ട കാര്യം എന്താ? യൂറോപ്പിന്റെ അവസ്ഥ എന്താണ്? അവിടെ ഏറ്റവും കൂടുതൽ വൃദ്ധന്മാരുടെ എണ്ണം കൂടുന്നു. ഈ വൃദ്ധന്മാരെ നോക്കാനുള്ള മക്കളില്ല, യൂറോപ്പിന് വയസ്സാകുന്നു. എന്നിട്ടോ അവർ അനുഭവിക്കുന്ന പ്രധാന പ്രശ്നം എന്താ? യൂറോപ്യൻ രാജ്യങ്ങളിലെ 60 കഴിഞ്ഞവർ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന മരുന്ന് നമ്മുടെ നാട്ടിലെ പോലെ ഭക്ഷണം കഴിച്ച് ഷുഗറും പ്രഷറും കൊളസ്ട്രോളിനുള്ള മരുന്നല്ല. യൂറോപ്യൻ രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ മരുന്ന് കുടിക്കുന്ന അസുഖത്തിൻ്റെ പേര് ഒറ്റപ്പെടൽ എന്നാണ്. അവരൊറ്റപ്പെട്ടു പോയിരിക്കുന്നു. വയസ്സുകാലത്ത് ചേർത്ത് പിടിക്കാൻ ഇണയില്ലാതായിരിക്കുന്നു. വയസ്സുകാലത്ത് ആനന്ദം നൽകാൻ, ഒരു പുഞ്ചിരി സമ്മാനിക്കാൻ പേരക്കുട്ടികളില്ലാതിരിക്കുന്നു. അവരുടെ കാര്യങ്ങൾ ഒന്ന് സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച് പറയാൻ
ഉപ്പ ഞാനുണ്ട് എന്ന് സ്നേഹത്തോടെ പറയാൻ മക്കളില്ലാതെ ഇരിക്കുന്നു. എപ്പോ 1980 മുതൽ ഇപ്പോ നമ്മുടെ കുട്ടികളുടെ മനസ്സിനകത്ത് വേരൂന്നുന്ന ഈ ചിന്തയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ, ആ രാജ്യങ്ങളുടെ അവസ്ഥ പറഞ്ഞതാ. എന്നിട്ടോ അവരനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്താ പറയണത്? ഒന്ന് നെഗ്ലക്റ്റ്. ഞാൻ നെഗ്ലക്റ്റ് എന്ന് പറഞ്ഞാൽ അവരാർക്കും വേണ്ട. ഇനി എന്തിനാ പറ്റുക? വയസ്സായി എന്തിനാ പറ്റുക? 60 കഴിഞ്ഞൊരു മനുഷ്യൻ എന്തിനാ പറ്റുക? ഒരു വാഴക്ക് തറന്ന് പറയാൻ പറ്റുവാണ് ഇല്ല. അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് നെഗ്ലക്റ്റ്. നെറ്റിൽ വായിച്ചോ. പിന്നെയോ ഐസൊലേഷൻ, ലോൺലിനെസ്, അസുഖങ്ങളാണ് പറയണത്. അങ്ങനെ പല യൂറോപ്യൻ രാജ്യങ്ങളിലും നമ്മളൊക്കെ ചില സ്വതന്ത്ര ചിന്തകരുടെ പ്രസംഗങ്ങളിലൊക്കെ കേൾക്കുന്ന സാധനമുണ്ട്. സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ ഭയങ്കര സംഭവമാണ്. അവിടെ ഭയങ്കര ഹാപ്പിനെസ് ഇൻഡെക്സ് കൂടുതലാണെന്നൊക്കെ കേൾക്കാം. ആ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ ഉൾപ്പെടെ കോടതികളിൽ ഈ ഒരു ഹർജി കൊടുത്ത് കാത്തിരിക്കുകയാണ്. എന്താ ഹർജി? മേഴ്സി കില്ലിംഗ് എന്ന് പറയും, ദയാവധം. 60 കഴിഞ്ഞു, 70 കഴിഞ്ഞു, മുന്നോട്ടൊന്നുമില്ല. കണ്ണിന് കാഴ്ച കുറഞ്ഞു വന്നിരിക്കുന്നു, നടക്കാൻ കഴിയാതെ ആയിരിക്കുന്നു, എന്നെ നോക്കാൻ ആരുമില്ല. അതുകൊണ്ട് പൊന്നു ഗവൺമെന്റ് തൂങ്ങിച്ചാവാനുള്ള ഒരു കയറ് കെട്ടാനുള്ള ആരോഗ്യമില്ലാത്ത എന്നെ വിഷം കുത്തിവെച്ച് കൊല്ലണം എന്ന് ഗവൺമെന്റുകൾക്ക് നിവേദനം സമർപ്പിച്ച് ആയിരക്കണക്കിന് വൃദ്ധർ കഴിയുന്ന നാടാണ് ഈ പറയുന്ന ഡെവലപ്ഡ് കൺട്രീസ്. നമ്മൾ മനസ്സിലാക്കണം. കാരണം അവർ വർഷങ്ങൾക്ക് മുമ്പേ കടന്നുപോയ, ചവച്ചു തുപ്പിയ വൃത്തികെട്ട ആശയങ്ങളാണ് കേരളം ഉൾപ്പെടെയുള്ള നാടുകൾക്കകത്ത് നമ്മുടെ കുട്ടികളിൽ ടെക്സ്റ്റ് ബുക്കുകൾക്കകത്ത് കൂടെ പോലും കുത്തിവെച്ചുകൊണ്ടിരിക്കുന്നത് എന്ന ഒരു ചിന്ത എൻ്റെ പ്രിയപ്പെട്ട, എൻ്റെ ശബ്ദം കേൾക്കുന്ന സഹോദരി സഹോദരന്മാർക്ക്, മക്കൾക്കുണ്ടാവണം.